ശ്രീ മെഴുവേലി ബാബുജിയുടെ നോവലുമായി ഞാൻ വീണ്ടും വരികയാണ്. നോവലിന്റെ പേര് കാഹളം. അധ്യായം 1. ഇത്തിരി ചോറ് കൂടെ ഇടട്ടെ ഗോപി? ഇലയ്ക്ക് നേരെ ചോറുപാത്രം നീട്ടിക്കൊണ്ടായിരുന്നു അമൃതയുടെ ചോദ്യം. യോ, ചതിക്കല്ലേ ഏടത്തി, ഇപ്പൊ തന്നെ വയറ് പൊട്ടാറായി. ഇടത് കൈ ഇലയ്ക്ക് മുകളിലേക്ക് നെട്ടി തടഞ്ഞുകൊണ്ട് ഗോപിനാഥ് പറഞ്ഞു. ചെറുചിരിയോടെ അമൃത അടുത്തയാളിന്റെ അരികിലേക്ക് നീങ്ങി. വാവച്ചനും ഹരിലാലും ഗോപിനാഥിന്റെ വാചകങ്ങൾ തന്നെ ആവർത്തിച്ചു. എന്നാൽ യദുരാമൻ പറഞ്ഞു, എനിക്കൽപ്പം ചോറൂടെ വേണം മമ്മി. അമൃത മകന്റെ ഇലയിലേക്ക് ചോറ് നീക്കിയിട്ടു. നിനക്ക് സാമ്പാർ വേണോ പുളിശ്ശേരി വേണോ? രണ്ടും കുറേശ്ശെ. മകന് കറികൾ വിളമ്പുന്നതിനിടയിൽ അമൃത മറ്റുള്ളവരെ നോക്കി. ആരും എണീറ്റേക്കല്ലേ, പായസം ഇരിപ്പുണ്ട്. അല്ലേലും പായസം കുടിക്കാതെ ഞങ്ങളെ പോവില്ല ഏടത്തി. വാവച്ചൻ ചിരിച്ചു. യദുരാമന്റെ സുഹൃത്തുക്കളാണ് ഗോപിനാഥും വാവച്ചനും ഹരിലാലും, സമപ്രായക്കാർ. എങ്കിലും അവർ അമൃതയെ ഏട്ടത്തി എന്നാണ് വിളിക്കുന്നത്. മൂവരും ഒരു പ്രബല രാഷ്ട്രീയ പാർട്ടിയുടെ യുവനേതാക്കളാണ്. എന്നാൽ യദുരാമന് മാത്രം പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. അവന്റെ കുടുംബം ഈ നാട്ടിൽ വന്നിട്ട് തന്നെ 10 വർഷത്തിൽ ഏറെ ആയിട്ടില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങൾ അടിക്കടി ഉണ്ടാകാറുള്ള സ്ഥലമാണെങ്കിലും യദുരാമനോട് എല്ലാവർക്കും താല്പര്യമാണ്. ഇന്ന് അവന്റെ ഏറ്റവും ഇളയ പെങ്ങൾ നിത്യയുടെ 10ാം പിറന്നാളായിരുന്നു. ആഘോഷത്തിന് യദുരാമന്റെ ഈ സുഹൃത്തുക്കളല്ലാതെ മറ്റാരുമില്ലായിരുന്നു. പായസം കൂടി കഴിച്ചിട്ടാണ് അവർ 4 പേരും എണീറ്റത്. പിന്നീട് സിറ്റൗട്ടിൽ പോയിരുന്ന് സംസാരിക്കുമ്പോഴും നിത്യ എണീറ്റിരുന്നില്ല. പായസം വളരെ ഇഷ്ടമാണവൾക്ക്. മതിയടി കുതിച്ചി, ബാക്കി ഒണ്ടയിൽ ഇവിടല്ലേ ഇരിക്കുന്നത്, നിനക്ക് പിന്നെ കഴിച്ചുകൂടെ? കൈ കഴുകുന്നതിനിടയിൽ ഋഷി അനുജത്തിയെ നോക്കി. അവൻ +1 പഠിക്കുന്നു. അമൃത പ്രേമചന്ദ്രൻ ദമ്പതികൾക്ക് മക്കൾ 4. യദുരാമൻ കഴിഞ്ഞാൽ വിനയയാണ്. അവൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു. പിന്നെ ഋഷിയും നിത്യയും. പ്രേമചന്ദ്രന് ഒരു ഓയിൽ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷനാണ് ജോലി. 5 ജില്ലകളുടെ ഏജൻസി അയാൾക്കാണ്. ബാങ്ക് ലോൺ വഴി ഒരു ടെമ്പോ വാൻ വാങ്ങി. അതിൽ സ്വയം ഡ്രൈവ് ചെയ്ത് പോയാണ് വിതരണം. തിങ്കളാഴ്ച പോയാൽ വെള്ളിയാഴ്ച വൈകിട്ടേ വീട്ടിൽ മടങ്ങിയെത്തൂ. കഠിനാധ്വാനി. അതുകൊണ്ട് തന്നെയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ജീവിതം അല്പമെങ്കിലും പച്ച പിടിച്ചത്. ഇപ്പോൾ 5 മുറികളുള്ള ഒരു വീടുണ്ട്. 1/2 ഏക്കറോളം ഭൂമിയുണ്ട്. അത്യാവശ്യം വേണ്ട വീട്ടുപകരണങ്ങളെല്ലാം ഉണ്ട്. യദുരാമൻ എയർ കണ്ടീഷനിങ് പാസ്സായിട്ട് 6 മാസത്തോളമായി. ഒരു കടയിൽ പ്രാക്ടീസിന് പോകുന്നു. അവനെ വിദേശത്തയച്ച് ജോലി നേടണമെന്നാണ് പ്രേമചന്ദ്രന്റെ ആഗ്രഹം. അതിനായി വിസയ്ക്ക് ഒരാൾ വശം പണം നൽകിയിട്ടുമുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ വിസ എത്തിയേക്കും. രാവിലെയാണ് പ്രേമചന്ദ്രൻ പോയത്. മകളുടെ പിറന്നാളായിരുന്നിട്ടും തന്റെ ജോലി മുടക്കാനാവില്ല അയാൾക്ക്. വെള്ളിയാഴ്ച വരുമ്പോൾ നിത്യയ്ക്ക് പിറന്നാൾ സമ്മാനമായി ഒരു ചുരിദാർ വാങ്ങിക്കൊണ്ടുവരാമെന്ന് അയാൾ സമ്മതിച്ചിട്ടുണ്ട്. 10 വയസ്സേ ഉള്ളുവെങ്കിലും നല്ല ആരോഗ്യമുള്ള കുട്ടിയാണ് നിത്യ. മതിമോളെ, ഇനി എണീക്ക്. അമൃത നിത്യയെ നോക്കി. നല്ല അമ്മയല്ലേ, ഇച്ചിരി പായസം കൂടി താ, അവൾ കെഞ്ചി. അമൃതയ്ക്ക് ചിരി വന്നു. വയറി. വിനയ കളിയാക്കി. അവളും എപ്പോഴേ കഴിച്ചു കഴിഞ്ഞിരുന്നു. അമൃത മകൾക്ക് അല്പം പായസം കൂടി കൊടുത്തു. പ്രായം 42 അമൃതയെ കണ്ടാൽ 35 കൂടുതൽ തോന്നിക്കില്ല. നല്ല ഐശ്വര്യമുള്ള സ്ത്രീ. മമ്മി കാണാതെ വിനയ വാതിൽക്കലേക്ക് നീങ്ങി നിന്നു. അവിടെ നിന്നാൽ സിറ്റൗട്ടിലിരുന്ന് കാറ്റുകൊള്ളുന്ന ഹരിലാലിനെ കാണാം. സംസാരത്തിനിടെ അവന്റെ നോട്ടം അവളിലുടക്കി. അവൾ കീഴ്ചുണ്ട് കടിച്ചു ചിരിച്ചു. ഹരിലാലും ഗോപിനാഥും വാവച്ചനും പൗർണമിയിലെത്താത്ത ദിവസങ്ങളില്ല. ഫോൺ ചെയ്യാനും TV കാണാനും ഒക്കെ ഇവിടെയാണ് വരുന്നത്. വീടിന് പൗർണമി എന്ന് പേരിട്ടത് യദുരാമനാണ്. അതിന് അവനെ പ്രേരിപ്പിച്ച ഘടകമെന്തെന്ന് ആർക്കും അറിയില്ല. ഹോ, എന്തൊരു ചൂടായത്! ഷർട്ടിന്റെ മുകളിലെ 2 ബട്ടണുകൾ അടിച്ചിട്ട് പത്രമെടുത്തൊന്ന് വീശിക്കൊണ്ട് വാവച്ചൻ പിറുപിറുത്തു. അവന്റെ കണ്ണുകൾ അപ്പോൾ റോഡിലെ തിളങ്ങുന്ന ടാറിലായിരുന്നു. ഒരു പ്രൈവറ്റ് ബസ് വടക്കോട്ട് ചീറിപ്പാഞ്ഞു പോയി. മണപ്പള്ളിക്ക് മുകളിൽ കത്തിക്കാളുകയാണ് സൂര്യൻ. കഴിഞ്ഞ 4-5 ദിവസം ശാന്തമാണിവിടം. പലയിടങ്ങളിലും പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഏത് നിമിഷവും എവിടെയും ഒരു ബോംബ് പൊട്ടാം എന്ന ആശങ്ക എല്ലാവർക്കുമുണ്ട്. ഒരു കുടുംബത്തിലെ 4 പേരെ രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് 10 നാളായിട്ടില്ല. അതിനു പകരം മറ്റൊരു കൂട്ടക്കൊല നടക്കുമെന്ന് ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് എല്ലാവർക്കും അറിയാം. പോലീസും നിതാന്ത ജാഗ്രതയിലാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടിയും തങ്ങളുടെ പിൻബലത്തിൽ മത്സരിച്ചാണ് ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇളം കാറ്റിൽ ഒരു തീപ്പൊരി പാറി വീണാൽ മതി മണപ്പള്ളി കത്തിയെരിയുവാൻ. എവിടെ നിന്നൊക്കെയാണ് ബോംബുകൾ ചീറി വരുന്നതെന്ന് പറയാനാവില്ല.
പോലീസുകാർക്കും അപ്പോൾ പിന്തിരിഞ്ഞോടാതിരിക്കാനാവില്ല. അവരും മനുഷ്യരല്ലേ. പക്ഷേ അധികാരത്തിന്റെ അപ്പകഷണങ്ങൾക്കായി കടിപിടി കൂടുന്ന ചെകുത്താന്മാർക്കുണ്ടോ ഇതിലൊക്കെ ശ്രദ്ധിക്കാൻ സമയം? ഓരോ പാർട്ടിക്കും വേണ്ടത് രക്തസാക്ഷിയെ കൊല്ലാനും ചാവാനും അണികളെ ഒരുക്കി നിർത്തുന്ന ഇവരുടെ തന്ത്രം തന്നെ ഭയങ്കരം. ആന്ത്രാക്സിന് പോലും മരുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയം എന്ന രോഗത്തിന് മാത്രം മരുന്നില്ല. ബുദ്ധി മരവിച്ച് വിവേകം നഷ്ടപ്പെട്ട അണികൾ സിംഹാസനത്തിലിരുന്ന് സ്കോച്ചിൽ കുളിക്കുന്ന തമ്പുരാക്കന്മാർക്ക് വേണ്ടി ബലിയാടുകളാകുന്നു. എനിക്ക് പോയിട്ട് ഇത്തിരി കാര്യമുണ്ട്. വാവച്ചൻ എണീറ്റു. വൈകിട്ട് കാണാം, അവൻ എല്ലാവരോടുമായി പറഞ്ഞു. എന്നാ പിന്നെ ഞങ്ങളും ഇറങ്ങുക. ഗോപിനാഥും ഹരിലാലും യദുരാമനെ നോക്കി. ഹരിലാൽ അകത്തേക്ക് ഒളി കണ്ണയച്ചിട്ടാണ് ഇറങ്ങിയത്. ഒന്ന് കിടന്നു കളയാം. യദുരാമനും അകത്തേക്ക് കയറി. സൂര്യൻ മെല്ലെ പടിഞ്ഞാറോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. വൈകിട്ട് 5 മണി. ഫോൺ ശബ്ദിക്കുന്നത് കേട്ടാണ് യദുരാമൻ എണീറ്റത്. അപ്പോൾ വിനയ വിളിച്ചു പറഞ്ഞു, ഏട്ടനാ ഫോൺ. അവൻ വേഗം വന്ന് റിസീവർ വാങ്ങി. അല്പനിമിഷം സംസാരിച്ചു. അവന്റെ മുഖത്തെ അടക്കാനാവാത്ത ആഹ്ലാദം കണ്ടപ്പോൾ വിനയയ്ക്ക് ഉദ്വേഗമായി. റിസീവർ വെച്ചയുടനെ അവൾ തിരക്കി, ആരായിരുന്നേട്ടാ? അതിന് മറുപടി പറയാതെ അവൻ ഉറക്കെ വിളിച്ചു, മമ്മി. എന്താ മോനെ? അമൃത വേഗം വന്നു. പിന്നാലെ നിത്യയും ഉണ്ടായിരുന്നു. തന്റെ മുറിയിൽ നിന്ന് ഋഷിയും ഇറങ്ങി വന്നു. ഏജന്റാ വിളിച്ചത്. എന്റെ വിസ കെട്ടി. ഈ ആഴ്ച തന്നെ ഗൾഫിലേക്ക് പറക്കണം. ഈശ്വര! അമൃത നെഞ്ചിൽ കൈവച്ച് സന്തോഷത്തോടെ. പപ്പയെ അറിയിക്കേണ്ട ഏട്ടാ? ഋഷി തിരക്കി. വേണം, പക്ഷേ രാത്രിയിൽ ഇങ്ങോട്ട് വിളിക്കും വരെ കാത്തിരിക്കണമല്ലോ. എന്തായാലും പൗർണമിയിൽ അന്ന് ആഹ്ലാദത്തിന്റെ ദിവസമായിരുന്നു. യദുരാമൻ കുളി കഴിഞ്ഞ് ക്ലബിലേക്ക് നടന്നു. വീട്ടിലുള്ള ദിവസങ്ങളിലൊക്കെ അവൻ ക്ലബിൽ പോകും. അതോട് ചേർന്ന് തന്നെയുള്ള ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് മടങ്ങും. TV ചാനലുകൾ മത്സരിച്ച് പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും സദാ TVക്ക് മുന്നിലിരിക്കുന്നത് അവന് ഇഷ്ടമല്ല. കിടക്കും മുൻപ് അവൻ കുറെ നേരം വായിക്കും. ക്ലബിലാണ് അവിടെ ഡ്യൂട്ടിക്കിട്ടിട്ടുള്ള പോലീസുകാർ ക്യാമ്പ് ചെയ്യുന്നത്. പുസ്തകങ്ങളുമായി അവൻ മടങ്ങുമ്പോൾ സന്ധ്യയോടടുക്കാറായിരുന്നു. റോഡിന് വലതുവശത്ത് ഒരു കശുമാവിൻ തോട്ടമുണ്ട്. ആ ഭാഗത്ത് ജനവാസം തീരെ കുറവാണ്. ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ അരങ്ങേറിയ സ്ഥലം. പെട്ടെന്ന് യദുരാമന്റെ കാലുകളുടെ വേഗത കുറഞ്ഞു. കശുമാവൻ തോപ്പിൽ നിന്ന് പതിഞ്ഞ ഒരു നിലവിളി കേട്ടതുപോലെ അവൻ ചുറ്റും നോക്കി. റോഡിലെങ്ങും ആരെയും കാണാനില്ല. ഒരു വട്ടം കൂടി ആ നിലവിളി കേട്ടു. അതൊരു സ്ത്രീ ശബ്ദമാണെന്ന് തോന്നി. ശ്വാസം വിലങ്ങിയതുപോലെയുള്ള ഒരൊച്ച. യദുരാമൻ ഞെട്ടിപ്പോയി. അവൻ കശുമാവിൻ തോപ്പിലേക്ക് നോക്കി. ഒന്നും കാണാൻ വയ്യ. പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന കശുമാവുകൾ. ഇടയിൽ ധാരാളം കമ്മ്യൂണിസ്റ്റ് പച്ചകളും വളർന്നു നിൽക്കുന്നു. മൂന്നാമതും ആ നിലവിളി ഉയർന്നു. ഇത്തവണ അല്പം കൂടി ഉച്ചത്തിലായിരുന്നു. അത് ആരെന്നറിയുവാനുള്ള വ്യഗ്രതയോടെ അവൻ കശുമാവിൻ തോപ്പിലേക്ക് കുതിച്ചു കയറി. അതിനുള്ളിൽ മങ്ങിയ ഇരുട്ടായിരുന്നു. കാൽക്കീഴിൽ കരിയിലകൾ ഞെരിഞ്ഞമർന്ന് കരഞ്ഞു. അറിയാതെ അവന് നെഞ്ചിടിപ്പേറി. ചുറ്റും തുറച്ചു നോക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിയ അവൻ പൊടുന്നനെ ആരോ പിടിച്ചു നിർത്തിയതുപോലെ നിന്നു. മുന്നിൽ തറയിൽ ചലിക്കുന്ന ചില രൂപങ്ങൾ. ഒരു പുലി ഇരപിടിക്കുന്നത് പോലെയുള്ള മുരൾച്ച. കരിയിലകൾക്കിടയിൽ പിടച്ചിൽ, കിതപ്പുകൾ. അവൻ അങ്ങോട്ട് പാഞ്ഞു. അവിടെ 3 പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ കീഴടക്കുകയാണ്. കിടുങ്ങിപ്പോയി യദുരാമൻ. പെൺകുട്ടി മിക്കവാറും നഗ്നയാണ്. അവൾ കുതറിപ്പിടഞ്ഞ് രക്ഷപ്പെടാൻ തന്നാൽ കഴിയും വിധം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ 2 പേർ അവളുടെ വായും കൈകളും അമർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഒരാൾ ആവേശത്തോടെ അവളിലേക്ക് പടർന്നു കയറാൻ ശ്രമിക്കുകയാണ്. വിടിനട അവളെ! ഗർജിച്ചു പോയി യദുരാമൻ. മൂവരും ഞെട്ടിപ്പിടഞ്ഞ് മുഖമുയർത്തി. ഇപ്പോൾ അവരെക്കാൾ ഞെട്ടിയത് അവനാണ്. ഗോപിനാഥും ബാവച്ചനും ഹരിലാലുമായിരുന്നു അത്. എടാ നിങ്ങള്! യദുരാമന്റെ ശബ്ദം വിറച്ചു. വാവച്ചൻ ചാടി എണീറ്റു. ഹരിലാലും ഗോപിനാഥും പെൺകുട്ടിയെ അമർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. യദു, നീ പോ. ഇവിടെ ഒന്നും കണ്ടിട്ടില്ല നീ. വാവച്ചൻ കൈ ചൂണ്ടി. കിതപ്പിനിടയിൽ അവന്റെ ശബ്ദം തന്നെ മാറിയിരുന്നു. യദുരാമൻ അത് കേട്ടില്ല. ശ്രദ്ധ മുഴുവൻ ആ പെൺകുട്ടിയിലായിരുന്നു. ജയശ്രീ. കഴിഞ്ഞ വർഷം ഒരു ബോംബാക്രമണത്തിൽ മരിച്ച കുഞ്ഞിരാമന്റെയും ലളിതയുടെയും മകൾ. മാതാപിതാക്കളുടെ മരണത്തോടെ ഏകയായി തീർന്ന പെൺകുട്ടി. ഒരു പശുവുള്ളതിനെ കറന്ന് വീടുകൾ തോറും പാൽ കൊണ്ടു കൊടുത്തിട്ട് മടങ്ങി വരും വഴിയാണ് മൂവർ സംഘം അവളെ കശുമാവിൻ തോപ്പിലേക്ക് വലിച്ചു കയറ്റിയത്. വാവച്ചൻ ഒരിക്കൽ കൂടി പറഞ്ഞു, ഇക്കാര്യത്തിൽ ഇടപെടാതെ നീ പോടായതു. ഞാൻ പോയേക്കാം, പക്ഷെ നിങ്ങൾ ഈ പാവം പെൺകുട്ടിയെ വിട്. നിനക്കൊക്കെയും ഇല്ലാടാ പെങ്ങന്മാര്. നിന്റെ വേദാന്തമൊന്നും കേൾക്കണ്ട ഞങ്ങൾക്ക്. ഇവളെ എന്തു ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം.
അതല്ല, നിനക്കും വേണമെങ്കിൽ ഞങ്ങളുടെ ഒപ്പം കൂടാം, ഹരിലാലാണ് പറഞ്ഞത്. ഹരി, യദുരാമന്റെ ഒച്ച ഉയർന്നു. നീയൊക്കെ ഇത്തരക്കാരാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലേടാ. ഇപ്പോഴറിഞ്ഞല്ലോ. എന്നാലിനി മോൻ ചെന്നാട്ടെ, ഗോപിനാഥ് പരിഹസിച്ചു. യദുരാമൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ വാവച്ചൻ അവനെ തടഞ്ഞു. എന്താ നിന്റെ ഉദ്ദേശം? ഈ പെൺകുട്ടിയെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആഹാ, എന്നാൽ അതൊന്നും അറിയണമല്ലോ. വാവച്ചൻ അവനെ പിടിച്ചു തള്ളി. അവന്റെ കയ്യിൽ നിന്ന് പുസ്തകങ്ങൾ ചിതറി വീണു. അവൻ പിന്നോട്ട് വേച്ച് ഒരു കശുമാവിൻ കമ്പിൽ പിടിച്ചു. അവന്റെ മുഖഭാവം മാറി. ചോര തിളച്ചു. ഇവരോട് യാചിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്ന് ഉറപ്പായി. വിടാനല്ലടാ പറഞ്ഞത്. അവന്റെ ശബ്ദം കനത്തു. മുന്നോട്ട് കുതിച്ച യദുരാമൻ വാവച്ചനെ തള്ളി മാറ്റിയിട്ട് ഗോപിനാഥനെയും ഹരിലാലിനെയും ചവിട്ടിത്തെറിപ്പിച്ചു. മോചിതയായ ജയശ്രീ ചാടി എണീറ്റ് മാറിൽ കൈകൾ പിണച്ചു നിന്നു. മൂവർ സംഘം പകയോടെ യദുരാമന് നേരെ തിരിഞ്ഞു. പോത്തിന്റെ മോനെ, ഞങ്ങളോട് കളിക്കാൻ മാത്രം നീ വളർന്നോടാ, ഹരിലാൽ അലറി. ഹരി, പ്ലീസ്, നീ എന്നോട് തന്നെയാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ ഞങ്ങൾക്ക് സംസാരിക്കാൻ നിന്റപ്പൻ ഇവിടെ വന്ന് നിൽപ്പുണ്ടോടാ പട്ടി. മൂവരും ചേർന്ന് അവനെ അടിച്ചു. അവൻ തിരിച്ചടിച്ചു. കനത്ത പോരാട്ടം. ഒടുവിൽ അവനെ അടിച്ച് താഴെയിട്ടിട്ട് അവർ ഓടി മറഞ്ഞു. ഒരു വിധേന എണീറ്റ് വിവശനായി തറയിൽ കുത്തിയിരുന്ന യദുരാമൻ തൊട്ടരികിൽ ഒരു തേങ്ങൽ കേട്ടാണ് തലയുയർത്തിയത്. ഇരുളിൽ അത് ജയശ്രീയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. മൂവരും ചേർന്ന് യദുരാമനെ ആക്രമിക്കുമ്പോൾ അവൾ കമ്മ്യൂണിസ്റ്റ് പച്ചകൾക്കിടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ജയശ്രീ പൊയ്ക്കോ, അവൻ പറഞ്ഞു. ഇനിയും അവർ വന്നാലോ? അപ്പോൾ യദുവണ്ണൻ. ഞാനും പോകുക. ഏതായാലും നമ്മളെ രണ്ടാളെയും കൂടി ആരും കാണണ്ട. ഒന്ന് മടിച്ചു നിന്നിട്ട് അവൾ മുന്നോട്ട് നടന്നു. അല്പദൂരം കൂടി മുന്നോട്ടു പോയി കഴിഞ്ഞതേയുള്ളൂ. തന്റെ പുസ്തകങ്ങൾ ഇരുളിൽ തപ്പുകയായിരുന്നു യദുരാമൻ. പെട്ടെന്ന്, ആ യദുവണ്ണ! ജയശ്രീയുടെ ഹൃദയം പിളരുന്ന നിലവിളി കശുമാവിൻ തോപ്പ് ഏറ്റുപിടിച്ചു. യദുരാമൻ ചാടി എണീറ്റ് അങ്ങോട്ടോടി. അവൻ അടുത്തെത്തുമ്പോൾ കരിയിലകൾക്ക് മുകളിൽ കിടന്ന് പിടയുകയാണ് ജയശ്രീ. ആരോ ഒരു ഇരുണ്ട രൂപം കുറ്റിക്കാടുകൾക്കിടയിലൂടെ ഓടിപ്പോകുന്നതും അവൻ കണ്ടു. ജയശ്രീ വിളിച്ചുകൊണ്ട് അവൻ അവളെ പിടിച്ചെലേൽപ്പിക്കാൻ ഭാവിച്ചു. പെട്ടെന്ന് തന്റെ കയ്യിൽ നനവ് പടർന്നത് അവൻ അറിഞ്ഞു. ഇരുട്ടാണെങ്കിലും അത് ചോരയാണെന്ന് അവന് മനസ്സിലായി. കാരണം പച്ചച്ചോരയുടെ ഗന്ധം. അവന്റെ കൈ അവളുടെ മാറിൽ തറഞ്ഞിരുന്ന കത്തിയുടെ പിടിയിൽ ഉടക്കി. അവനത് വലിച്ചൂരി. അപ്പോൾ ചോര അവന്റെ മുഖത്തേക്കും ചീറ്റിത്തെറിച്ചു. അവൾ പിടഞ്ഞു. ആരാ ജയശ്രീയെ നിന്നെ കുത്തിയത്? അറിയില്ല. അവളുടെ ശബ്ദം നേർത്ത് നേർത്ത് വന്നു. പിന്നെ ദുർബലമായ ഒരു വിറയൽ. അതോടെ ചലനം നിലച്ചു. ഇരുളിൽ പകച്ചിരുന്നു പോയി യദുരാമൻ. കയ്യിൽ നിന്ന് കത്തി പിടിവിട്ട് വീണു. ഇനി എന്തു വേണം? പെട്ടെന്ന് ആരുടെയൊക്കെയോ ഒച്ച കേട്ട് അവൻ കിടുങ്ങി തലതിരിച്ചു. കശുമാവിൻ തോപ്പിലേക്ക് വരുന്ന പ്രകാശവലയങ്ങൾ. യദുരാമന് അപകടം മണത്തു. അവൻ ചാടി എണീറ്റു. അധ്യായം 2. കശുമാവിൻ തോപ്പിലേക്ക് കയറി വരുന്നവർ ടോർച്ച് തെളിച്ച് ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. അവർ തന്നെ കണ്ടാൽ അത് കുഴപ്പമാണ്. തെറ്റിദ്ധരിക്കപ്പെടും. താനാണ് ജയശ്രീയെ കൊന്നതെന്ന് അവർ കരുതും. പെട്ടെന്ന് അവന്റെ മനസ്സിൽ ക്ലബിൽ ക്യാമ്പ് ചെയ്യുന്ന പോലീസുകാരുടെ ചിത്രങ്ങൾ തെളിഞ്ഞു. ആളുകൾ വരുന്നതിന്റെ എതിർഭാഗത്തുകൂടി അവൻ ഓടി റോഡിലിറങ്ങി ക്ലബിലേക്ക് കുതിച്ചു. തങ്ങൾ ഈ നാട്ടിൽ വന്നപ്പോൾ മുതൽ താൻ ഗോപിനാഥും വാവച്ചനും ഹരിലാലുമായി കൂട്ടുകൂടിയതാണ്. പക്ഷേ ഇത്തരം ജഗത്താന്മാരുടെ മനസ്സാണ് അവർക്കുള്ളതെന്ന് അറിയാൻ വൈകിപ്പോയി. നിരപരാധിയായ ഒരു പെൺകുട്ടിയെ കൊന്ന അവന്മാരെ ഇനി വിട്ടുകൂടാ. ആ തീരുമാനം അവനിൽ ഉറയ്ക്കുകയായിരുന്നു. ക്ലബിൽ സൊറ പറഞ്ഞിരിക്കുകയായിരുന്ന പോലീസുകാർക്കിടയിലേക്ക് അവൻ ചെന്നു. അവന്റെ ഷർട്ടിലും മുണ്ടിലും ശരീരത്തിലുമൊക്കെ ചോര പറ്റിയിരിക്കുന്നത് കണ്ടപ്പോൾ അവർ ചാടി എണീറ്റ് അവനെ വളഞ്ഞു. ആരെയാടാ നീ കൊന്നത്? ഒരു പോലീസുകാരൻ അവന് നേരെ തോക്ക് ചൂണ്ടി. ഞാൻ ആരെയും കൊന്നിട്ടില്ല സാർ. പക്ഷേ ഒരു കൊലപാതകത്തെ പറ്റി പറയാനാണ് വന്നത്. പറയടാ, വേഗം പറ. കശുമാവിൻ തോപ്പിൽ ഉണ്ടായ സംഭവം അവൻ പറഞ്ഞു. പോലീസ് മുഖാമുഖം നോക്കി. അവന്മാർ എവിടെയുണ്ട്? അറിയില്ല സാർ. എങ്കിൽ നീ ഇവിടെ ഇരിക്ക്, ഒരിടത്തും പോകരുത്. ഇല്ല സാർ. പോലീസുകാർ സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ SI രമേശ് ചന്ദ്രൻ എത്തി. ഒരു ചെറുപ്പക്കാരൻ. അയാൾക്ക് മുന്നിൽ യദുരാമൻ സംഭവം ഒരിക്കൽ കൂടി വിവരിച്ചു. SI പോലീസുകാരെ നോക്കി. കമിൻ. രക്ഷപ്പെടാൻ മുമ്പ് അവന്മാരെ പൊക്കണം. 2 പേർ യദുരാമന്റെ ഒപ്പം അവിടെ ഇരുന്നു. മറ്റുള്ളവർ SIയുടെ കൂടെ പോയി. ഈ നേരത്ത് മൂവർ സംഘം അവിടെ അടുത്തു തന്നെ ഒരു വീട്ടിൽ ഉണ്ടായിരുന്നു. ആ വാർഡിലെ മെമ്പറുടെ വീട്ടിൽ. അസ്വസ്ഥനായി അവർക്ക് മുന്നിലൂടെ നടക്കുകയായിരുന്നു മെമ്പർ ശിവരാമൻ. എന്നാലും നിങ്ങളിതെന്നാ പണിയാ ഒപ്പിച്ചത്? എന്തോ പറയാനാ മെമ്പറെ, പറ്റിപ്പോയി. ഇനിയിപ്പോൾ രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് പറഞ്ഞതാ. ഹരിലാൽ അക്ഷമനായി. ശിവരാമൻ വാതിൽക്കൽ വന്ന് തല പുറത്തേക്കെത്തിച്ച് നോക്കി. ഭാര്യയോ മകളോ അവിടെ എങ്ങാനും ഉണ്ടോന്ന്. ഭാഗ്യം, ആരുമില്ല. അയാൾ തിരികെ വന്നു.
ഏതായാലും നിങ്ങളാണത് ചെയ്തതെന്ന് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. അലർച്ച കേട്ട് ചെന്ന നാട്ടുകാർ ആ പെണ്ണ് ചത്തുകിടക്കുന്നതല്ലേ കണ്ടുള്ളൂ. ആ നിലയ്ക്ക് യദുരാമൻ രക്ഷപ്പെടില്ലേ? മൂവരെയും മാറി മാറി നോക്കിക്കൊണ്ട് അയാൾ തിരക്കി. പക്ഷേ ഇക്കാര്യത്തിൽ അവൻ സഹകരിക്കുമെന്ന് ഞങ്ങൾക്ക് യാതൊരു വിശ്വാസവുമില്ല, ഗോപിനാഥ് തീർത്തു പറഞ്ഞു. ഇക്കാര്യം വീട്ടിലറിഞ്ഞാൽ അതോടെ തീർന്നു. എന്താ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് അത് ചിന്തിക്കാഞ്ഞത്? ശിവരാമന് ദേഷ്യം വന്നു. അവർ മറുപടി പറഞ്ഞില്ല. ഏതായാലും നിങ്ങൾ തൽക്കാലം എവിടെയെങ്കിലും ഒന്ന് ഒളിക്ക്. ഞാൻ നമ്മുടെ MLA യോ പാർട്ടി സെക്രട്ടറിയോ ഒന്ന് വിളിക്കട്ടെ. കൊലക്കേസ് ആയതുകൊണ്ട് ആർക്കും നേരിട്ടിടപെടാൻ പറ്റത്തില്ല. നമ്മളെല്ലാം ഭരണകക്ഷിക്കാര്. ഈ വിവരം പുറത്തായാൽ വെറുതെ ഇരിക്കുമോ പ്രതിപക്ഷം? ഒന്ന് നിർത്തിയിട്ട് അയാൾ തുടർന്നു. കഴിയുമെങ്കിൽ എത്രയും വേഗം നിങ്ങൾ ആ യദുരാമനെ ഒന്ന് കാണാൻ നോക്ക്. അവന്റെ മറുപടി അറിഞ്ഞിട്ട് ഒളിച്ചാ മതി. ഇപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാം. അത് ശരിയാണെന്ന് അവർക്കും തോന്നി. മൂവരും ഇറങ്ങി. എന്നാൽ റോഡിലൂടെ അധിക ദൂരം പോകാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അവർക്കരികിൽ ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. അവർക്ക് ഓടാൻ കഴിയും മുമ്പ് തന്നെ പോലീസുകാർ ഓരോന്ന് കൊടുത്ത് അവരെ ജീപ്പിലേക്ക് വലിച്ചെറിഞ്ഞു. ക്ലബിനരികിലെത്തിയിട്ട് യദുരാമനോട് രാവിലെ പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് പറഞ്ഞിട്ടാണ് SIയും സംഘവും പോയത്. ജീപ്പിനുള്ളിലിരുന്ന് മൂവർ സംഘം അവനെ പകയോടെ നോക്കി. അവൻ പക്ഷേ അത് കണ്ടില്ലെന്ന് നടിച്ചു. വീട്ടിലേക്ക് നടക്കുമ്പോൾ മനസ്സിൽ സന്തോഷവും സന്താപവും മാറി മാറി വന്നു. ജയശ്രീ മരിച്ചതിന്റെ സന്താപം, കൊലയാളികളെ പോലീസിന് കാട്ടിക്കൊടുത്തതിന്റെ സന്തോഷം. കശുമാവിൻ തോപ്പിനരികിൽ നല്ല ആൾക്കൂട്ടമുണ്ടായിരുന്നു. എല്ലാവരിലും നിന്നും അകന്നു മാറി അവൻ വീട്ടിലെത്തി. അവന്റെ രൂപം കണ്ട് അമ്മയും സഹോദരങ്ങളും പകച്ചു. എന്താ മോനെ ഇത്? അമൃത നിലവിളിക്കും പോലെയാണ് തിരക്കിയത്. പറയാം, ഒരു കുപ്പി വെള്ളമിങ്ങെടുക്ക്. വിനയയാണ് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ട് വന്ന് കൊടുത്തത്. കുപ്പി അവൻ വായിലേക്ക് കമിഴ്ത്തി. പകുതിയോളം കുടിച്ചിട്ട് അവൻ ദീർഘമായി നിശ്വസിച്ചു. പറയേട്ടാ, എന്തുണ്ടായി? ഋഷി ആകാംക്ഷ അടക്കാനാവാതെ തിരക്കി. യദുരാമൻ മുഖമുയർത്തി എല്ലാവരെയും നോക്കി. എന്റെ കൂട്ടുകാരെന്ന് പറയുന്ന ആ തെണ്ടികളെ ഇനി ഈ മുറ്റത്ത് കയറ്റിയേക്കരുത്. അവനങ്ങനെ പറഞ്ഞപ്പോൾ സകലരും നെറ്റിച്ചുളിച്ചു. അവന്മാർ കൊലയാളികളാണ്. ഹൃദയത്തിൽ ഒരസ്ത്രം തറച്ചതുപോലെ വിനയ പിടഞ്ഞുപോയി. അതെ, ഇപ്പോൾ അവന്മാരെ പോലീസുകാര് കൊണ്ടുപോയിരിക്കുകയാണ്. തുടർന്ന് അവൻ ആ സംഭവം മുഴുവൻ പറഞ്ഞു. പിടിച്ചു നിൽക്കാനാവാതെ വിനയ അകത്തേക്കോടി. കട്ടിലിൽ വീണ് തേങ്ങിക്കരഞ്ഞു. എന്നാലും മോൻ പോലീസുകാരോട് പറയണ്ടായിരുന്നു. അവന്മാർക്ക് നിന്നോടിനി ദേഷ്യം തോന്നില്ലേ? അമൃതയ്ക്ക് സംശയം. എന്നുവെച്ച് അങ്ങനെ പേടിച്ചു കഴിയാൻ പറ്റുമോ മമ്മി? തെറ്റ് ചെയ്യുന്നവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. ഋഷിയും നിത്യയും ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. എന്നാലും നീ സാക്ഷിയായ നിലയ്ക്ക് ഗൾഫിൽ പോയാൽ കുഴപ്പമാവില്ലേ? പോലീസും കേസും ഒക്കെ ആയാൽ? അമൃത അങ്ങനെ ചോദിച്ചപ്പോൾ അവന്റെ നെറ്റി ചുളിഞ്ഞു. അത്തരമൊരു സാഹചര്യത്തെക്കുറിച്ച് താൻ ഇതുവരെ ചിന്തിച്ചിരുന്നില്ല. ആഹാ, എന്തെങ്കിലും പോംവഴി കാണും മമ്മി. അതും പറഞ്ഞ് അവൻ എണീറ്റ് പോയി. വേഷം മാറി കുളിച്ചു. ഒരു ലുങ്കിയും ടീഷർട്ടും ധരിച്ചു. അവന്മാരെ പോലീസ് ശരിക്ക് പെരുമാറുമെന്ന് അവൻ ഊഹിച്ചു. ആ നേരത്ത് അണ്ടർവെയർ മാത്രം ധരിച്ച് SIക്ക് മുന്നിൽ നിരന്നു നിൽക്കുകയായിരുന്നു മൂവർ സംഘം. രമേശ് ചന്ദ്രൻ അവരെ അടിമുടി നോക്കി. തിന്നു കൊഴുത്ത് വിത്തുമൂരികളെ പോലെ നടക്കാതെ പോയി പെണ്ണുകെട്ടാൻ പാടില്ലായിരുന്നോടാ നിനക്കൊക്കെ? അതിന് അവർ മറുപടി പറഞ്ഞില്ല. കുട്ടി രാഷ്ട്രീയക്കാർ നല്ല പാഠങ്ങൾ തന്നെയാണല്ലോടാ അഭ്യസിച്ചിരിക്കുന്നത്. ഇനി പോലീസിന്റെ പാഠങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് അറിയണ്ടേ? SI പോലീസുകാരെ നോക്കി തലയനക്കി. കൈത്തരിപ്പ് തീർക്കുവാൻ കാത്തു നിൽക്കുകയായിരുന്ന അവർ മൂവർ സംഘത്തിന് മേൽ ചാടി വീണു. മിനിറ്റുകൾ കടന്നുപോയി. പോലീസുകാർ അവന്മാരെ ലോക്കപ്പിലേക്ക് വലിച്ചെറിഞ്ഞു. പഴയ തുണിക്കെട്ട് പോലെ അവർ ലോക്കപ്പിലെ വൃത്തികെട്ട തറയിൽ കുത്തിയിരുന്നു. തങ്ങളുടെ രാഷ്ട്രീയ ഭാവി എന്നേക്കുമായി അവസാനിച്ചു എന്നവർക്ക് ബോധ്യമായി. ആ പന്നി യദുരാമനാണ് എല്ലാം തകർത്തത്. ഇനി അവന് മാപ്പില്ല. ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞാൽ പിന്നീട് അവനെ ബാക്കി വെക്കില്ലെന്ന് അവർ തീരുമാനിച്ചു. അപ്പോൾ പാർട്ടിയുടെ ജില്ലാ ഘടകം തിരക്കിട്ട ആലോചനയിലായിരുന്നു. മണപ്പള്ളിയിൽ പുതിയ അംഗത്തിന്റെ കാഹളം ഉയർന്നു കഴിഞ്ഞു. ഭരണപക്ഷത്തിന് ഇതൊരു കനത്ത വെല്ലുവിളിയാകും. തുലാസിൽ തൂങ്ങിയാടുന്ന മന്ത്രിസഭ തന്നെ നിലംപൊത്താൻ ഈ തീപ്പൊരി മതി. ഗോപിനാഥിന്റെയും വാവച്ചന്റെയും ഹരിലാലിന്റെയും പിതാക്കന്മാർ ജില്ലാ പ്രസിഡന്റിന്റെ മുന്നിലുണ്ടായിരുന്നു. പത്രത്തിലും TVയിലും ഒന്നും വാർത്ത വരാതിരിക്കുവാൻ വേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം കാര്യമില്ല, ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷൻ പറഞ്ഞു. അവരെ രക്ഷിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. പറഞ്ഞു വന്നത് പൂർത്തിയാക്കാതെ അയാൾ നിർത്തി. ആ മനസ്സിൽ എന്തോ ആശയം തെളിഞ്ഞ പോലെ. ഉടൻ അയാൾ ഫോണിനരികിലേക്ക് നീങ്ങി. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. ഇൻസ്പെക്ടർ രമേശ് ചന്ദ്രൻ ഹിയർ. ഞാൻ പങ്കജാക്ഷൻ. നിങ്ങൾക്കൊരു ട്രാൻസ്ഫർ വേണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നില്ലേ? അത് ഉടൻ ഞാൻ ശരിയാക്കി തരാം. പകരം എനിക്ക് നിങ്ങളും ഒരു ഉപകാരം ചെയ്യണം.
പറഞ്ഞോളൂ. ഞാൻ നിങ്ങളുടെ ക്വാർട്ടേഴ്സിലേക്ക് വരാം ഇപ്പോൾ തന്നെ. ഓക്കെ. ഫോൺ വെച്ചിട്ട് പങ്കജാക്ഷൻ അവരെ നോക്കി. ഇനി നിങ്ങൾക്ക് സമാധാനമായിട്ട് പോകാം. ഒന്നും മനസ്സിലായില്ലെങ്കിലും മൂവർ സംഘത്തിന്റെ പിതാക്കന്മാർ തങ്ങൾ പോയ കാറിൽ തന്നെ മടങ്ങി. സമയം രാത്രി 10 മണി. തീൻമേശയ്ക്ക് മുന്നിലായിരുന്നു യദുരാമൻ. ഋഷിയും നിത്യയും വന്നിരുന്നു. പക്ഷേ വിനയ മാത്രം വന്നില്ല. അമൃത മകളെ പലവട്ടം വിളിച്ചെങ്കിലും തനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി. അമൃത മക്കൾക്ക് ചോറ് വിളമ്പി. യദുരാമൻ കറിയൊഴിച്ച് ഒരു ഉരുള വായിലേക്ക് വെക്കുവാൻ ഭാവിച്ചതും മുറ്റത്ത് ഒരു വാഹനം വന്ന് ബ്രേക്കിടുന്ന ഒച്ച കേട്ടു. അവന്റെ കണ്ണുകൾ വാതിൽക്കലേക്ക് നീണ്ടു ചെന്നു. പുറത്ത് കനത്ത കാലച്ചകൾ കേട്ടു. ആരാണോ വന്നിരിക്കുന്നതെന്ന് നോക്കുവാൻ പുറത്തേക്ക് നടക്കാൻ ഭാവിച്ച അമൃത സ്തബ്ധയായി. SI രമേശ് ചന്ദ്രനും പോലീസുകാരും തീൻമുറിയിലേക്ക് പാഞ്ഞു വന്നു. ആഹാ, കുത്തിയിരുന്ന് വെട്ടിവിഴുങ്ങുക അല്ലേടാ പന്ന കഴിവേറി. യദുരാമൻ ഞെട്ടിപ്പോയി. അവന്റെ കയ്യിൽ നിന്ന് ചോറ് പാത്രത്തിലേക്ക് വീണു. അപ്പോഴേക്കും രമേശ് ചന്ദ്രൻ അവന്റെ കവളടക്കം ഒറ്റയടി. പിന്നെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് പാത്രത്തിലേക്ക് അമർത്തി. ഒടുക്കത്തെ അത്താഴം തിന്നോടാ. സാറേ, എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമൃത മുന്നോട്ടാഞ്ഞു. പക്ഷേ ഒരു പോലീസുകാരൻ തടഞ്ഞു. അങ്ങോട്ട് മാറി നിക്കടി. മക്കളുടെ തോന്നിയസങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുന്നത് നീയാ അല്ലേ? ഋഷിയും നിത്യയും ഭയന്ന് ഭിത്തിക്കരികിലേക്ക് ഓടി. പാവപ്പെട്ട ഒരു പെണ്ണിനെ കൊന്നേച്ച് നീ ഞങ്ങളുടെ മുന്നിൽ നാടകം കളിച്ചു അല്ലേടാ? SI അവനെ പിന്നെയും അടിച്ചു. ഇല്ല സാറേ, അവന്മാരാ കൊന്നത്. ഞാൻ പറഞ്ഞതാ സത്യം. യദുരാമൻ കരഞ്ഞുപോയി. സത്യം നിന്നെക്കൊണ്ട് ഞാൻ പറയിച്ചോളാമടാ. സ്റ്റേഷനിൽ ചെല്ലട്ടെ. ബഹളം കേട്ട് വിനയയും ഓടി വന്നു. ഒരു പോലീസുകാരൻ അവളെ അടിമുടി നോക്കി. അവൾ പിന്നോട്ട് മാറി. അമൃത SIയുടെ കാല് പിടിച്ചു. പൊന്നു സാറേ, എന്റെ മോനെ കൊണ്ടുപോവല്ലേ. എന്താ നീ വരുന്നോ എന്റെ കൂടെ? അയാൾ കാലുയർത്തി ഒറ്റ ചവിട്ട്. അമൃത മലർന്നു വീണു. എന്റെ അമ്മയെ തൊട്ടു പോകരുതടാ പട്ടി. യദുരാമൻ അലറി. ആഹാ, നീ വീര്യമുള്ളവനാണല്ലേടാ. SI അവനെ പോലീസുകാർക്ക് നേരെ തള്ളി. പിന്നെ ഇടിയുടെ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ആ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയർന്നു. അയൽക്കാർ എല്ലാം കേട്ടെങ്കിലും ആരും പുറത്തു വന്നില്ല. അതാണ് മണപ്പള്ളിയിലെ രീതി. എന്തെങ്കിലും ബഹളം കേട്ടാൽ സകലരും വാതിൽ പൂട്ടുകയായി. പോലീസുകാർ യദുരാമന്റെ ചോരപുരണ്ട വസ്ത്രങ്ങളും കണ്ടെടുത്തു. പിന്നെ അവനെ ജീപ്പിൽ കയറ്റി. നിലവിളിയോടെ അമൃതയും മറ്റുള്ള കുട്ടികളും ജീപ്പിന് പിന്നാലെ റോഡിൽ വരെ ഓടി. പിന്നെ അമൃത അവിടെ ബോധമറ്റ് വീണു. എന്റെ പൊന്നുമോനെ എന്ന വിലാപത്തോടെ. പോലീസ് സ്റ്റേഷൻ. രമേശ് ചന്ദ്രനും സംഘവും അവിടെ എത്തുമ്പോൾ പത്രക്കാരും ടിവിക്കാരും കാത്തു നിൽക്കുകയായിരുന്നു. യദുരാമനെ അതിൽ നിന്ന് വലിച്ചിറക്കിയപ്പോൾ തന്നെ അവർ ചിത്രങ്ങൾ എടുത്തു തുടങ്ങി. സംഭവത്തിന്റെ പൂർണ്ണരൂപം ഞാൻ നാളെ പറയാം എന്നുറപ്പു നൽകി SI മാധ്യമപ്രവർത്തകരെ വിട്ടയച്ചു. പോലീസുകാർ അവിടെ നിന്നും 1ഉം 2ഉം കൊടുത്താണ് യദുരാമനെ അകത്തെത്തിച്ചത്. അപ്പോൾ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പുഞ്ചിരിയോടെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു മൂവർ സംഘം. സാർ, ഇവന്മാരാ കൊന്നത്. ഒരിക്കൽ കൂടി യദുരാമൻ പറഞ്ഞു. അവന്റെ ശബ്ദം ശരിക്കും പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. അല്ല സാർ, ഇവൻ ജയശ്രീയെ കൊല്ലുന്നതിന് ഞങ്ങൾ 3 പേരും സാക്ഷികളാ, ഗോപിനാഥ് പറഞ്ഞു. കള്ളം പറയുന്നോടാ. ഉള്ള ശക്തി സമാഹരിച്ച് യദുരാമൻ അവന്റെ നേരെ കുതിച്ചു. SI തിരിഞ്ഞതും ഒറ്റയടി. അവൻ വട്ടം കറങ്ങി തറയിൽ വീണു. വായി തുറന്നപ്പോൾ പുറത്തേക്കൊഴുകിയത് കൊഴുത്ത ചോരയാണ്. രമേശ് ചന്ദ്രൻ ASI സത്യപാലനെ നോക്കി. ഇന്ന് രാത്രി കൊണ്ട് ഇവന്റെ സ്റ്റേറ്റ്മെന്റ് മാറണം. സാർ. എങ്കിൽ തുടങ്ങിക്കോ സാർ. സത്യപാലൻ യദുരാമന്റെ അരികിലേക്ക് നീങ്ങി. വെള്ളം, വെള്ളം. ഞരങ്ങുകയായിരുന്നു അവൻ. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവാ, അയാൾ കോൺസ്റ്റബിളിനോട് പറഞ്ഞു. വെള്ളമെത്തി. ഇന്നാടാ, എണീറ്റിരുന്ന് കുടിക്ക്. യദുരാമൻ എണീറ്റിരുന്ന് വെള്ളത്തിന് കൈനീട്ടി. പക്ഷേ സത്യപാലൻ ഒറ്റ ചെപ്പായിരുന്നു ആ മുഖത്തേക്ക്. ഒരു പെണ്ണിനെ കൊന്നേച്ച് അങ്ങനെ വെള്ളം കുടിച്ച് സുഖിക്കേണ്ടടാ നീ. ഞാനല്ല സാറെ കൊന്നത്. ചുണ്ടിൽ വീണ വെള്ളം നാവ് നീട്ടി നക്കിയെടുക്കുന്നതിനിടയിൽ അവൻ പിന്നെയും പറഞ്ഞു. രമേശ് ചന്ദ്രൻ മേശപ്പുറത്ത് കയറിയിരുന്ന് അവനെ നോക്കി ചിരിക്കുകയായിരുന്നു. എനിക്ക് അധികം ജോലി ഉണ്ടാക്കാതെ സത്യം പറയടാ. സത്യപാലൻ അവന്റെ തലമുടിയിൽ കുത്തിപ്പിടിച്ചുയർത്തുകയും കാൽമുട്ടുയർത്തി അടിവയറ്റിൽ ഒറ്റയടിയായിരുന്നു. മമ്മി. നിലവിളിക്കാൻ അവൻ വായി തുറന്നതും ഒരു പോലീസുകാരൻ ലാത്തി കുത്തിക്കയറ്റിയതും ഒന്നിച്ചായിരുന്നു. അവന്റെ കണ്ണ് തള്ളിപ്പോയി. സത്യപാല, അവനെ അധികം വേദനിപ്പിക്കാതെ സത്യം പറയ്ക്ക് രമേശ് ചന്ദ്രൻ നിർദ്ദേശിച്ചു. സാർ. പെട്ടെന്ന് അയാൾ അവന്റെ ലുങ്കി വലിച്ചു പറിച്ചു കളഞ്ഞു. പിന്നെ തുടകൾക്കിടയിലൂടെ കൈ മുകളിലേക്ക് കയറ്റി ഒറ്റപ്പിടുത്തം. യദുരാമൻ അലറി കരഞ്ഞുപോയി. ആ അലർച്ചയോടൊപ്പം അവന്റെ കണ്ണുകൾ പിന്നോട്ട് മറഞ്ഞു. പറയടാ, നീയല്ലേ ആ കൊച്ചിനെ കൊന്നത്? മരണവെപ്രാളത്തോടെ പിടയുന്നതിനിടയിൽ അവനെ സമ്മതിക്കാതിരിക്കാനായില്ല. ആണ്, ഞാനാ കൊന്നത്. മിടുക്കൻ. രമേശ് ചന്ദ്രൻ കൈയടിച്ചു. അപ്പോഴേക്കും യദുരാമന്റെ സുബോധം നഷ്ടമായി. നേരം ഏതാണ്ട് അർദ്ധരാത്രിയായി.
ജയശ്രീയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. യദുരാമനാണ് അവളെ കൊന്നതെന്ന വാർത്ത മണപ്പള്ളി മുഴുവൻ പരന്നു കഴിഞ്ഞു. ഗോപിനാഥും വാവച്ചനും ഹരിലാലും മണപ്പള്ളിയിലെത്തി. വീട്ടിലേക്ക് പോകാതെ അവർ ചില പദ്ധതികൾക്ക് രൂപം നൽകി. പൗർണമിയിൽ ആ നേരത്തും ലൈറ്റുകൾ അണഞ്ഞിരുന്നില്ല. വാതിൽക്കൽ തളർന്നിരിക്കുകയായിരുന്നു അമൃതയും മക്കളും. ആരും മിണ്ടുന്നില്ല. ഇടയ്ക്കിടെ ചില ദീർഘനിശ്വാസങ്ങൾ മാത്രം. ഈ നേരത്ത് ചെന്ന് വിളിച്ചാൽ മണപ്പള്ളിയിൽ ഒറ്റയാൾ പോലും വാതിൽ തുറക്കില്ലെന്ന് അറിയാമായിരുന്നതിനാലാണ് അമൃത ആരെയും സഹായത്തിന് വിളിക്കാൻ പോകാതിരുന്നത്. പ്രേമചന്ദ്രനാണെങ്കിൽ ഇതുവരെയും ഫോൺ വിളിച്ചിട്ടില്ല താനും. പെട്ടെന്നാണ് അവർ ഒരാരവം കേട്ടത്. ഞെട്ടി തലയുയർത്തി ആ റോഡിലേക്ക് നോക്കിയ അവർ പന്തങ്ങളുമായി തെറി വിളിച്ചുകൊണ്ട് ആ വീടിന് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സംഘം ആളുകളെയാണ് കണ്ടത്. മക്കളെ! അമൃതയുടെ നിലവിളി തൊണ്ടയിൽ കുരുങ്ങി. മമ്മി! മക്കളും നിലവിളിച്ചു. ഉടനെ അടുത്ത ഭാഗമുണ്ടാകും. കാത്തിരിക്കുക.